പൃഥ്വിരാജ് എനിക്കിഷ്ടമുള്ളൊരു നടനാണ്. സാധാരണ രാജുവേട്ടൻ നേടി കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ദേ ഈ 3 പേരും ചേർന്ന് യാനിക് ബെൻ, കലൈ കിങ്സൺ, അമിത് ജോളി ബാസ്റ്റിൻ രാജുവേട്ടനെ ഇടിച്ചൊതുക്കിയത് കണ്ട് ഞെട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ 2 പ്രാവശ്യം തിയേറ്ററിൽ കണ്ടത്. ഐ നോബഡി ഞാൻ കണ്ടെത്തിയ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കുകയാണ്. കൂടുതലും തന്നെ എഡിറ്റിങ്ങിലെ കണ്ടിന്യൂറ്റി ഡീറ്റെയിൽസ് ആണ്. അതോടൊപ്പം എഴുത്തിലെ കുറച്ചധികം പാളിച്ചകളും ചെറിയൊരു അനാലിസിസും കൂടി പങ്കുവയ്ക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ബാങ്ക് കൊള്ളക്കാർ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന രംഗം. ആദ്യത്തെ ആളിൻ്റെ കയ്യിൽ ഒരു കേബിൾ ലോക്ക് കാണാം. ഇത് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ദൂരേക്ക് വലിച്ചെറിയുന്നുമുണ്ട്. എന്തിനായിരുന്നു ഇതെന്ന് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടില്ല. ഇത് ബാങ്കിനകത്ത് കയറിയതിന് ശേഷം ബാങ്കിൻ്റെ ഡോർ അകത്തു നിന്ന് പൂട്ടിയിടാനായിരുന്നു എന്ന് പിന്നീട് കാണിക്കുന്നുണ്ട്. സിവിൽ പോലീസ് ഓഫീസേഴ്സായ പ്രേമനെയും അനസിനെയും CI ജോമോൻ രാവിലെ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. അത് ബാങ്കിനപ്പുറത്തെ കോർണറിലാണെന്നും പറയുന്നുണ്ട്. അവിടെയുള്ള CCTV പരിശോധിക്കുകയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അപ്പോഴാണ് ബാങ്കിൽ നിന്നുമുള്ള ശബ്ദം കേട്ടതെന്നും അവർ ഓടിയെത്തിയതെന്നുമാണ് പറയുന്നത്. അവരെ പറഞ്ഞു വിട്ടത് മറ്റൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ആ പേരും പറഞ്ഞ് അനസ് മനഃപൂർവ്വം ബാങ്കിൻ്റെ സമീപത്തേക്ക് എത്തിയതാവാനാണ് സാധ്യത. ബാങ്ക് കൊള്ള നടന്നോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുവാനും അനസിന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ISFC ബാങ്ക് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തവരുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് സിനിമയിൽ നേരിട്ട് പറയുന്നില്ല. പക്ഷേ പലയിടത്തായി അതിൻ്റെ സൂചനയുണ്ട്. സുധി കോപ്പിയുടെ ക്യാരക്ടർ അനീഷ് ദാമോദരൻ ക്രൗണിക്സ് എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. സഞ്ജു ശിവറാം അവതരിപ്പിച്ച പീറ്റർ തോമസ് ഖാവോ എന്ന കഫേയിലെ സ്റ്റാഫാണ്. ഖാലിദ് റഹ്മാൻ്റെ കോശി എയർപോർട്ട് ടാക്സി ഡ്രൈവറാണ്. പിന്നെ അനസ് സിവിൽ പോലീസ് ഓഫീസറാണ്. പീറ്ററിൻ്റെ ടീഷർട്ടിലുണ്ടായിരുന്ന നെയിം പ്ലേറ്റ് രാജീവൻ കൈക്കലാക്കുന്ന രംഗം. ഈ ഫൈറ്റ് കൊറിയോഗ്രഫി എടുത്തു പറയണം. ഇത് സ്ലോ സ്പീഡിൽ പ്ലേ ചെയ്താൽ കൃത്യമായി മനസ്സിലാവും ഏത് സമയത്താണ് നെയിം പ്ലേറ്റ് ഊരിയെടുക്കുന്നത് എന്ന്. പീറ്റർ രാജീവനെ കമഴ്ത്തിയടിക്കുന്ന ഈ സീനിൽ സൂക്ഷിച്ചു നോക്കിയാൽ നെയിം പ്ലേറ്റ് ഊരിപ്പോകുന്നതും അത് കൃത്യമായി രാജീവൻ്റെ കൈക്കുള്ളിൽ തന്നെ വീഴുന്നതും കാണാം. ഈ ഒരു ഡീറ്റെയിലിംഗ് സാധാരണ സിനിമകളിൽ ഒരിടത്തും ഇത്ര ക്ലിയറായി കാണുകയില്ല. കാരണം അത് ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്ത് കൃത്യമായി ക്യാമറയിലേക്ക് കൊണ്ടുവരാനും എഡിറ്റിങ്ങിൽ നിലനിർത്തുവാനും കഴിയണം. അതിവിടെ ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് വീട്ടിലെ കലണ്ടറൊക്കെ കേരള സർക്കാരിൻ്റേതാണ്. ഇതൊരു വലിയ ഡീറ്റെയിൽ ഒന്നുമല്ല. പക്ഷേ ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ മിക്കതും അവരുടെ പ്രൊഫഷനായി ബന്ധപ്പെട്ടതായിരിക്കും. ഉദാഹരണത്തിന് ബാങ്കിൽ ജോലിയുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലെ കലണ്ടർ മിക്കവാറും അതേ ബാങ്കിൽ തന്നെയായിരിക്കും. രാജീവനെ റോബറി നടത്തിയവർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാജീവൻ്റേത് ഒരു ഗ്രേ ചെക്ക്ഡ് ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. എന്നാൽ അനസും രാജീവനും ഇതേ വഴിയിലൂടെ വീണ്ടും പോയി ആ യാത്ര റീക്രിയേറ്റ് ചെയ്തപ്പോൾ രാജീവൻ ഇട്ടിരുന്നത് ഒരു റെഡ് ചെക്ക്ഡ് ഷർട്ടാണ്. പക്ഷേ ഈ റീക്രിയേഷൻ്റെ ഇടയിൽ രാജീവൻ പഴയ യാത്ര ഓർക്കുന്ന സീനിലും രാജീവൻ്റെ ഷർട്ട് റെഡ് ചെക്ക്ഡ് ഷർട്ട് തന്നെയാണ്. അതായത് ഒരേ രംഗം അണിയറ പ്രവർത്തകർ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്തിരുന്നു. മാത്രമല്ല അനസിനോടൊപ്പം യാത്ര റീക്രിയേറ്റ് ചെയ്യുമ്പോൾ രാജീവൻ സത്യത്തിൽ പഴയ യാത്രയെ ഓർക്കുക മാത്രമല്ല ചെയ്തത്, അത് പുതിയ യാത്രയുമായി ബന്ധപ്പെടുത്തിയാണ് പോകുന്നത്. ഒരു യാത്ര അതുപോലെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് സ്ട്രക്ചർ കൊടുക്കുന്നത് നല്ലതാണ്. പഴയ യാത്ര ഓർക്കുവാനാണെങ്കിൽ വീണ്ടും ആ വഴിയിലൂടെ പോകണമെന്നില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ മതി. പക്ഷേ വീണ്ടും പുനർനിർമ്മിക്കുമ്പോൾ ആദ്യത്തെ യാത്രയോടൊത്ത് താരതമ്യം ചെയ്ത് മാക്സിമം ഡീറ്റെയിൽസോട് കൂടി തന്നെ കാര്യങ്ങൾ തിരിച്ചറിയണം. അതിവിടെ ചെയ്തിട്ടുണ്ട്. രാജീവനെ ഹോസ്പിറ്റലിൽ കണ്ടതിന് ശേഷം ബാങ്ക് കൊള്ളയടിച്ചവരെ അനസ് ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു ആംബുലൻസിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്. അനസ് വിളിച്ചുകൊണ്ടിരുന്നത് അനീഷിൻ്റെ കയ്യിലെ ഫോണിലേക്കായിരുന്നു. അതുകൊണ്ടാണ് അനീഷിൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ നൈസായിട്ട് അനസ് ആ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് മാറ്റുന്നത്. SP പത്രപ്രവർത്തകരോട് പറയുന്നത് ബാങ്ക് റോബറി കഴിഞ്ഞു പോയ വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നും അതിലുണ്ടായിരുന്ന 3 പേർ സ്പോട്ടിൽ മരണപ്പെട്ടുവെന്നും അതിൽ ഒരാളെയെ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ എന്നുമാണ്. ഈ പത്രസമ്മേളനം നടക്കുന്നത് രാത്രിയിലാണ്. തിരിച്ചറിയപ്പെട്ട ഒരാൾ പീറ്ററാണ്. കാരണം രാജീവൻ്റെ കയ്യിൽ പീറ്ററിൻ്റെ നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റ് നടക്കുന്നതിന് മുൻപ് അനീഷ് ID കാർഡ് എടുത്ത് കഴുത്തിലിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആക്സിഡൻറ്റ് നടന്ന സ്ഥലം പരിശോധിച്ചാൽ അയാളെ തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. അതുപോലെ ടാക്സി കാറിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ 3ാമത്തെ ആളെ, അതായത് കോശിയെയും ആ സമയത്തിനുള്ളിൽ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ രാത്രിയായിട്ടും ഒരാളെയെ തിരിച്ചറിഞ്ഞുള്ളൂ എന്ന് പറയുകയും ആ ആളിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറുന്നില്ല എന്നുമൊക്കെ പറയുന്നത് സിനിമയിലൊരു തെറ്റായി തോന്നി. രാജീവൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലെ അനസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ആ സമയത്ത് അനസിൻ്റെ ഭാര്യ നിഷയും കുട്ടിയും നിഷയുടെ വീട്ടിലായിരുന്നു. ആ അപ്പാർട്ട്മെൻറ്റിലെ TVയും മറ്റ് സാധനങ്ങളും ശ്രദ്ധിച്ചാൽ ഇത് കൃത്യമായി മനസ്സിലാകും. കൊള്ളയടിച്ച പണം കൊണ്ടുവന്ന് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു പഴയ തയ്യൽ കടയിലാണ്. ആ കടയ്ക്കുള്ളിൽ വെട്ടുതുണികളും നൂൽ വയ്ക്കുന്ന ബോർഡും ഒക്കെ കാണാം. അവിടെ ചെല്ലുമ്പോഴും പീറ്ററിൻ്റെ കയ്യിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനു മുൻപേ നടന്ന എന്തോ സംഭവത്തിൽ പരിക്കേറ്റതാണ് പീറ്ററിന്. അതെന്താണെന്നറിയില്ല. പക്ഷെ പീറ്ററിൻ്റെ സ്വഭാവത്തിന് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ.
രാത്രി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ഇടിച്ച് നാട്ടുകാരുമായി അടിയുണ്ടാക്കേണ്ടി വരുന്ന രാജീവൻ്റെ സന്ദർഭം. സത്യത്തിൽ ആ രാത്രിയിൽ രാജീവൻ എവിടെ പോവുകയായിരുന്നു എന്നത് പലരും ശ്രദ്ധിച്ചതുകൂടിയില്ല. അതിന് തൊട്ട് മുൻപാണ് ഫ്ലാറ്റിലെ സെക്യൂരിറ്റി രാജീവൻ്റെ വീട്ടിലെ സകല വസ്തുക്കളും നശിപ്പിച്ചത്. മെയിൻ്റനൻസ് നടത്താൻ വന്ന ആൾ കൊടുത്ത ലിസ്റ്റിലെ സാധനങ്ങൾ വാങ്ങാനാണ് രാജീവൻ ആ രാത്രി പോയിക്കൊണ്ടിരുന്നത്. ആ യാത്രയിലാണ് അപകടം ഉണ്ടായതും അത് പിന്നീട് കൂട്ടാക്രമണത്തിലേക്ക് കടന്നതും. ഇൻ്റർവെൽ ഷോട്ട്. ഉറങ്ങുന്ന രാജീവൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പണമടങ്ങിയ ബാഗ് കാണാം. ജേക്കബിൻ്റെയും മോളിയുടെയും വീട്ടിൽ ചുമരിലും ഷെൽഫിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങളും ബോട്ടിൽ ആർട്ട് ചെയ്തതൊക്കെ കാണാം. ഇതെല്ലാം ചെയ്തത് അവരുടെ മകളാണ്. ദിവസവും രാവിലെ മകളുടെ മുറി വൃത്തിയാക്കി മകൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊണ്ടുവയ്ക്കുന്ന പതിവൊക്കെ മോളി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ കുട്ടിക്ക് സ്കൂളിൽ നടത്തിയ ലഹരി വിരുദ്ധ ദിന പോസ്റ്റർ നിർമ്മാണത്തിൽ സമ്മാനം ലഭിച്ച ഫലകവും കാണാം. അതുപോലെ ആ റൂമിൽ ഒരു മ്യൂസിക്കൽ കീബോർഡുണ്ട്. ജേക്കബിൻ്റെയും മോളിയുടെയും മകൾ ഒരു കലാകാരിയായിരുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാകും. ജേക്കബ് എല്ലാവരോടും പണം കടം വാങ്ങിയത് മകളുടെ ചികിത്സ ആവശ്യത്തിനായിരുന്നു. ജേക്കബിൻ്റെയും മോളിയുടെയും മകൾ അന്ന മറിയം ജേക്കബിന് കരൾ സംബന്ധമായ അസുഖമായിരുന്നു. 17ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയി. 20 വർഷങ്ങൾക്ക് മുൻപാണ് ഇതെല്ലാം സംഭവിച്ചത്. ജേക്കബ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ നിന്നും ഇതെല്ലാം മനസ്സിലാകും. സിനിമ അവസാനിക്കുമ്പോൾ തനിക്ക് ആവശ്യമായ 70 ലക്ഷം എടുത്തതിന് ശേഷം ബാക്കി പണം ജേക്കബ് എവിടെയാണ് വെച്ചതെന്ന് പറയുന്നില്ല. പകരം രാജീവിനോട് പറയുന്നത്, സാർ എനിക്ക് തരാമെന്ന് പറഞ്ഞത് ഞാൻ എടുത്തു, ബാക്കി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് സാറിന് അറിയാമല്ലോ അല്ലേ എന്നാണ്. ആ താക്കോൽ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി റൂമിലെ ജേക്കബിൻ്റെ ക്യാബിനിൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ അവർ തിരികെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇനി ചെറിയൊരു അനാലിസിസ് കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. സിനിമയിലെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ വളരെ ചൈൽഡിഷ് ആയ ഒരു പരിപാടിയാണ് ബാങ്ക് റോബറി. ആരെങ്കിലും ഒരു ബാങ്ക് കൊള്ളയടിക്കണമെങ്കിൽ ഒരു വാനിൽ മുഖംമൂടി ധരിച്ച് കയ്യിലൊരു തോക്കുമായി നഗരമധ്യത്തിലിരിക്കുന്ന ഒരു ബാങ്കിലേക്ക് ഇടിച്ചു കയറി വന്ന് ബാങ്ക് കൊള്ളയടിച്ച് പണവുമായി ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല സകലയിടത്തും നാശനഷ്ടവും ഉണ്ടാക്കി. ഒരാഴ്ചയേ ആയുള്ളൂ പുതിയ ഭണ്ഡാരക്കുറ്റി കണ്ടു തുടങ്ങിയിട്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. അവിടെ കൊള്ളയടിച്ച മുതൽ സൂക്ഷിക്കാനായിരുന്നല്ലോ ഇവരുടെ പ്ലാൻ. അപ്പോൾ അനസ് കണ്ടെത്തിയ പഴയ തയ്യൽ കട ഭണ്ഡാരക്കുറ്റി വെക്കുന്നതിന് മുൻപുള്ള പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ കൃത്യമായി യാതൊരു പഠനവും നടത്താതെ 1-2 ആഴ്ച കൊണ്ട് തട്ടിക്കൂട്ടിയ ബാങ്ക് മോഷണം, അതും ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്. ബാങ്കാണെങ്കിൽ യാതൊരു സെക്യൂരിറ്റി മെഷർ ഇല്ലാത്തൊരു സ്ഥലവുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സിനിമയിലെ കഥയിൽ CCTV ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ലിമിറ്റഡ് സ്ഥലങ്ങളിലാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എഴുത്തുകാരൻ്റെ ലോകം, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ ഞാനത് വിട്ടുകളയാറുണ്ട്. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ, അതും തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന ഒരു കഥയിൽ ഏറ്റവും തിരക്കുണ്ടാവാറുള്ള ഒരു ബാങ്കിൽ CCTV ഇല്ലാതെ വന്നത് ഒരു മിസ്റ്റേക്കായി തോന്നി. ഇത് സിനിമയല്ലേ, കഥയല്ലേ, എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പൂർണ്ണമായും പറയാനും മടിയുണ്ട്. കാരണം കുറച്ചെങ്കിലും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന രീതിയിൽ വേണമല്ലോ ഇത്തരം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കുകളിലെ റെസ്പോൺസിബിൾ ബിസിനസ് കണ്ടക്ട് ഡയറക്ഷൻസിൽ, അതായത് ഉത്തരവാദിത്വത്തോടെയുള്ള ബിസിനസ് നടത്തിപ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സിൽ ഈ കാര്യം ഏതാണ്ട് 2016 മുതൽ പറയുന്നുണ്ട്. കഥാകാരൻ്റെ ലോകമാണെങ്കിലും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെ അശ്രദ്ധ കഥയെ വലിച്ചു നീട്ടാനുള്ള മാർഗമായി കാണുന്ന പ്രവണത കുറയ്ക്കേണ്ടതാണ്. പിന്നെ വ്യക്തമായി മനസ്സിലാവുന്നില്ലെങ്കിലും ഈ കാണുന്ന ഒരു CCTV ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ CCTVയെക്കുറിച്ചോ അതിലെ വിഷ്വൽസിനെക്കുറിച്ചോ പറയുന്നേയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബാങ്കിൽ വന്ന ആ സ്ത്രീ ഫോൺ ഉപയോഗിച്ചതും അത് രാജീവൻ്റെ മുൻപിലേക്ക് നീക്കിയിട്ടതും അതുകൊണ്ടാണ് കള്ളന്മാർ രാജീവനെ ആക്രമിച്ചതെന്നും പോലീസിന് ഈസിയായി മനസ്സിലാക്കാമായിരുന്നു. അതിനെക്കുറിച്ചും സിനിമയിൽ പറയുന്നേയില്ല. ഈ പറഞ്ഞ CCTV സംബന്ധിച്ച 2 കാര്യങ്ങളിൽ നിന്നും സിനിമയെ രക്ഷിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബാങ്കിൽ CCTV ഉണ്ടായിരുന്നു, അന്നത് കേടായിരുന്നു. ഇതിനെക്കുറിച്ച് സിനിമയിൽ ഒരിടത്തും പറയുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആരെങ്കിലും കണ്ടെത്തിയെങ്കിൽ പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ രാജീവൻ രാത്രിയിൽ അമ്പലത്തിൻ്റെ ഭണ്ഡാരം തകർത്ത് അതിനകത്ത് സൂക്ഷിച്ച ബാങ്കിലെ കവർച്ച സാധനങ്ങൾ അടങ്ങിയ ബാഗുകൾ കൊണ്ടുപോകുന്ന രംഗം. ഇതിലെ ഏറ്റവും വലിയ തെറ്റ് ഭണ്ഡാരത്തിൻ്റെ പൂട്ട് തകർത്താൽ അത് തൊട്ടടുത്ത ദിവസം തന്നെ ജനങ്ങൾ അറിയുകയും പോലീസ് അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് രാജീവന് ഉണ്ടായില്ല എന്നതാണ്. പൂട്ട് തല്ലി തകർക്കാൻ ചുറ്റികയുമായി പോയപ്പോൾ പുതിയ 2 പൂട്ടുകൾ കൂടി വാങ്ങിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ബാഗുകൾ എടുത്തു മാറ്റിയതിന് ശേഷം പഴയതുപോലെ തന്നെ ഭണ്ഡാരത്തിൻ്റെ വാതിൽ പുതിയ താഴും താക്കോലും ഉപയോഗിച്ച് പൂട്ടിയിട്ടാൽ മതിയായിരുന്നു. ആളുകൾ പെട്ടെന്നൊന്നും അത് തിരിച്ചറിയുമായിരുന്നില്ല. രാജീവന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കൂടുതൽ സമയവും കിട്ടിയേനെ. ഇനി ക്ലൈമാക്സ്. അവസാനം ഏതാണ്ട് 16 കോടി മൂല്യം വരുന്ന കറൻസിയും സ്വർണവുമാണ് രാജീവന് കിട്ടുന്നത്. പോലീസ് കേസായ സ്ഥിതിക്കും ഇത് ബാങ്കിലെ ലോക്കറിലുണ്ടായിരുന്ന പണവും സ്വർണവും ആയതുകൊണ്ടും നോട്ടുകളുടെ സീരിയൽ നമ്പറുകളും സ്വർണ്ണാഭരണങ്ങളുടെ ഫോട്ടോയും ഒക്കെ റെക്കോർഡിക്കലായതുകൊണ്ട് അതൊന്നും ചിലവാക്കുക എന്നത് അത്രയ്ക്ക് എളുപ്പവുമല്ല. ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക എന്നൊന്നും നടക്കുകയേയില്ല. ഇനി വല്ല പ്രോപ്പർട്ടി മേടിക്കാമെന്ന് വെച്ചാലും ഡോക്യുമെൻറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് അതും നടക്കില്ല.
പിന്നെ തനിയെ ചിലവാക്കാൻ തീരുമാനിച്ചാൽ ദിവസവും 1,00,000 രൂപ വെച്ച് ചിലവാക്കിയാൽ പോലും മുഴുവൻ തീരുമ്പോഴേക്കും 5 കൊല്ലം എടുക്കും. ഒരു തരത്തിലും രാജീവൻ ആ പണം ലീഗലാക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കഴിയും. നമ്മുടെ നാട്ടിൽ പണം വെളുപ്പിക്കൽ തീരെയില്ല എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ പ്രാക്ടിക്കലി അത് അത്ര എളുപ്പമല്ല. സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഗുരുതരമായ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ സിനിമയിലെ 2 കഥാപാത്രങ്ങൾ സംഖ്യകളെ പുറകിലേക്ക് എണ്ണുന്നതാണ്. രാജീവിനെയും ജിയെയും തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവർ രണ്ടുപേരും നമ്പേഴ്സ് കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. രാജീവൻ തുടക്കത്തിലെ പോലും തട്ടിക്കൊണ്ടു പോകുന്നവരോട് എതിർക്കാനോ അവരെ ആക്രമിക്കാനോ ശ്രമിക്കുന്നേയില്ല. അതിന് കാരണം അവർ ആക്രമണകാരികളാണെന്നും അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്നും അറിയാവുന്നതുകൊണ്ടാണ്. എന്നാൽ ജിയ ആദ്യമേ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ജിയ അത് ചെയ്യുന്നില്ല. ഒരു വ്യക്തി തട്ടിക്കൊണ്ടു പോകപ്പെടുകയോ ഒരു മുറിക്കുള്ളിൽ പൂട്ടപ്പെടുകയോ പുറത്തു കടക്കാൻ വഴിയില്ലാത്ത ഒരു ഗുരുതരമായ പ്രതിസന്ധിയിൽ അകപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ സംഖ്യകളെ കൗണ്ട് ഡൗൺ ചെയ്യുന്നത് യഥാർത്ഥ സാഹചര്യത്തെ മാറ്റുന്നില്ലെങ്കിലും മനസ്സിന് ആ പ്രതിസന്ധിയെ നേരിടാൻ സഹായിക്കുന്ന ഒരു മാനസിക ഉപാധിയായി അത് പ്രവർത്തിക്കും. നിയന്ത്രിക്കാൻ കഴിയാത്തതും എപ്പോൾ അവസാനിക്കുമെന്ന് അറിയാത്തതുമായ ഒരു സാഹചര്യത്തെ വ്യക്തമായ ഒരു സമയപരിധിയുള്ള പ്രശ്നമായി മനസ്സ് മാറ്റിക്കാണാൻ ഇതിലൂടെ സാധിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപകടം മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വവുമാണ്. ഇത് എത്ര നേരം തുടരും, ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ, ഞാൻ ജീവനോടെ പുറത്തു കിടക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മനസ്സിനെ കൂടുതൽ ഭയപ്പെടുത്തുക. എന്നാൽ 100 മുതൽ 0 വരെ എണ്ണി തുടങ്ങുമ്പോൾ അനന്തമായി നീളുന്ന ഭയത്തിനു പകരം മനസ്സിന് ഒരു ചെറിയ സമയപരിധി ലഭിക്കുന്നു. അടുത്ത 10 സെക്കൻഡ് മാത്രം കടന്നു പോകണം എന്ന ചിന്ത ഇതിൽ നിന്ന് എപ്പോഴാണ് രക്ഷപ്പെടുക എന്ന ചിന്തയേക്കാൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വയം സൃഷ്ടിക്കാൻ കഴിയുന്ന കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കൗണ്ട് ഡൗൺ. ഇത് ഒരേ സമയം മനസ്സിനൊരു ജോലി നൽകുകയും ഒപ്പം ഒരു ഫിനിഷിംഗ് ലൈൻ സൃഷ്ടിക്കുകയും സ്വയം ഒരു നിയന്ത്രണവും തരും. മുകളിലേക്ക് എണ്ണുന്നതിനേക്കാൾ താഴേക്ക് എണ്ണുന്നതിന് വേറിട്ടൊരു മാനസിക സ്വാധീനമുണ്ട്. 1, 2, 3 എന്നിങ്ങനെ എണ്ണുമ്പോൾ അതെവിടെയും അവസാനിക്കാത്തതുപോലെ തോന്നാം. എന്നാൽ 10, 9, 8 എന്നിങ്ങനെ താഴേക്ക് എണ്ണുമ്പോൾ ഓരോ അക്കവും ഒരു അവസാനത്തിലേക്ക് അടുക്കുന്നു എന്ന ബോധം നൽകും. അതുകൊണ്ട് തന്നെയാണ് റോക്കറ്റ് വിക്ഷേപണം, ശസ്ത്രക്രിയ, അപകടകരമായ പ്രവർത്തനങ്ങൾ, സിനിമയിലെ സസ്പെൻസ് രംഗങ്ങൾ എന്നിവയിൽ കൗണ്ട് ഡൗൺ വ്യാപകമായി ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഈ കൗണ്ട് ഡൗൺ എപ്പോഴും ഒരു വ്യക്തിയെ അയാൾ അകപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷിക്കണമെന്നില്ല. പക്ഷേ പാനിക് സിറ്റുവേഷനിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ഇനി സിനിമയിലേക്ക്. സിനിമയിൽ ജിയ ഈ രീതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് രാജീവിനും മീരയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും ചെറുപ്പം മുതലേ കണ്ടു ശീലിച്ചതുകൊണ്ടാണ്. ഇത് ജിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും രാജീവൻ തന്നെ ആവാനാണ് സാധ്യത. മോൾ ഈ മുറിയിലിരിക്കെ, 100 മുതൽ കൗണ്ട് ഡൗൺ ചെയ്യ്, 0 എത്തുമ്പോഴേക്കും അമ്മയുമായി സംസാരിച്ച് തീരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ച് കാണും. പിന്നെ ഏത് ക്രൈസിസ് എത്തിയാലും ജിയ കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങുന്ന രീതിയിലേക്ക് മാറി. പണമടങ്ങിയ ബാഗ് സ്വന്തം റൂമിൽ കൊണ്ടുവച്ച അന്നേ ദിവസം രാത്രി രാജീവനും മീരയും വഴക്കു കൂടുമ്പോൾ റൂമിന് വെളിയിൽ അമലയും ജിയയും ഉണ്ടായിരുന്നു. അമലയെ ജിയ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമല ഒരു ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ടും ഈ വഴക്കൊന്നും ശീലമല്ലാത്തതുകൊണ്ടും ആ കുട്ടി അവിടെ തന്നെ ഞെട്ടിത്തെറിച്ചു നിന്നു. റൂമിൽ നിന്നും ഫ്ലാസ്ക് പൊട്ടിയ ശബ്ദം കേട്ട് ജിയ പേടിച്ച് സ്വന്തം മുറിയിലേക്ക് ഓടും. ആ കുട്ടി മുറിയിൽ ചെന്നിരുന്ന് കരയുകയോ മറ്റാരെങ്കിലും ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചെറുപ്പം മുതലേ ശീലിച്ച കൗണ്ട് ഡൗൺ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ജിയയെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. ആ കുട്ടി അവിടെ ഇരുന്ന് കൗണ്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം ഉറക്കിയൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ അത് കേൾക്കാനും അതോടെ കുട്ടിക്ക് രക്ഷപ്പെടാനും കഴിയുമായിരുന്നു. ആ കുട്ടിയൊന്ന് കരയുക പോലും ചെയ്തില്ലല്ലോ എന്ന് പിന്നീട് ജേക്കബിൻ്റെ ഭാര്യ മോളിയും പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ അമ്മയുടെയും അച്ഛൻ്റെയും വഴക്കിനിടയിൽ ജീവിച്ച കുട്ടിയുടെ മാനസിക നിലയും അതനുഭവിച്ച ട്രോമയുമാണ് കുട്ടി കരയാതെ ഇരുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായിരിക്കാൻ ചിലപ്പോൾ ഒരു കാരണം. പക്ഷേ രാജീവൻ തയ്യാറാക്കിയ പ്ലാനിൽ അമലയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അമല ഒരു ചെറിയ കുട്ടി ആയിരുന്നതുകൊണ്ട് ഇതേ പ്ലാൻ അന്ന് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ രാജീവൻ ജിയയോടും പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടിയാണ് കരയുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ കൗണ്ട് ഡൗൺ ചെയ്ത് ആ റൂമിനുള്ളിൽ തന്നെ ജിയ ഇരുന്നത്. ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറെ സമ്മതിച്ചു കൊടുക്കണം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ കാസ്റ്റിംഗ്. പ്രത്യേകിച്ച് ഈ 2 കുട്ടികളെ കാസ്റ്റ് ചെയ്തത് സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നാണ്. അത്രയും നന്നായിട്ടാണ് കുട്ടികൾ ആ വേഷം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ അവസാനം ജിയ രാജീവൻ്റെ നേർക്ക് നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. സിനിമയിൽ ഒരിടത്ത് പോലും ആ അച്ഛൻ മകൾ ബന്ധം എത്രത്തോളം ആഴമുള്ളതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരു രംഗവുമില്ല. പക്ഷേ ക്ലൈമാക്സ് രംഗം, സത്യത്തിൽ ആ മകളെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അച്ഛനേക്കാൾ അച്ഛനെ എത്രത്തോളം സ്നേഹിക്കുന്ന മകളാണ് ജിയ എന്നുകൂടി കാണിക്കുകയാണ് അതിലൂടെ. കിടിലൻ ഫസ്റ്റ് ഹാഫ്, ആവറേജ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മനഃപൂർവ്വം എഡിറ്റിങ്ങിലൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയ സെക്കൻഡ് ഹാഫാണ് സിനിമയെ പുറകോട്ടടിച്ചത്. സെക്കൻഡ് ഹാഫിൽ അത്രയ്ക്ക് നോൺ ലീനിയർ നരേറ്റീവ് സ്റ്റൈൽ കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ എഴുത്തിലെ ഏറ്റവും വലിയ പോരായ്മ കഥയിൽ രാജീവനോളം തന്നെ പ്രാധാന്യമുള്ള കേരള പോലീസിനെ ദുർബലമാക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ദുർബലമാക്കി. ഒരു ഉദാഹരണം പറയാം. ബാങ്ക് റോബറി നടന്ന അന്ന് രാത്രിയോടെയാണ് രാജീവനെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയക്കുന്നത്. അന്ന് രാജീവനോട് കയ്യിലുണ്ടായിരുന്ന തോക്കിനെക്കുറിച്ചോ എന്തിനതുമായി ബാങ്കിൽ ചെന്നുവെന്നോ ഒന്നും പോലീസ് ചോദിച്ചിട്ടില്ല. പിന്നീട് 4 ദിവസം രാജീവനെ വെറുതെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ജോലിക്ക് പോകാൻ പോലും സമ്മതിച്ചില്ല. മഫ്തിയിൽ പോലീസുകാരെ രാജീവൻ പോകുന്ന വഴിയിലൊക്കെ അയക്കുന്നു. ആദ്യത്തെ ദിവസം തന്നെ തോക്കിൻ്റെ കാര്യവും ചോദിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ട പോലീസ് എന്തിനാണ് കാര്യങ്ങൾ വൈകിപ്പിച്ചത്? സിനിമയുടെ കഥയിൽ ടെൻഷൻ നിലനിർത്തുവാൻ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതിലെന്തെങ്കിലും യുക്തി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. സിനിമയിൽ ഉടനീളം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പോലീസിന് സംഭവിച്ചതായി എഴുതി വച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഐ നോബഡി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിലെ ആക്ഷൻ രംഗങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.